ഇത് AG ശശിധരൻ നായർ. അദ്ദേഹം 2011 മുതൽ 16 വരെ VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ VS ദീർഘനാളായി സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. ഇന്ന് VS നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണെങ്കിൽ പോലും അപ്പോൾ അന്നൊന്നും VSന് സമരവീര്യത്തിലൊട്ടും കുറവ് വന്നിരുന്നില്ല. അപ്പോൾ അങ്ങനെ അടുത്ത് പ്രവർത്തിക്കുമ്പോൾ VSന്റെ ആ ഒരു പോരാട്ട വീര്യത്തെയൊക്കെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? VS അഴിമതിക്ക് എതിരെ വളരെ ശക്തമായി പോരാടിയ ഒരാളാണ്. ഒരു രീതിയിലും അതിനൊരു കോംപ്രമൈസ് VSന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തുമാത്രമല്ല, VS സ്വയം നവീകരിച്ചു കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പ്രായമേറും തോറും കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും അതിനനുസരിച്ച് തൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനും വലിയ രീതിയിൽ പരിശ്രമിച്ച ഒരാളാണ്. 93-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹിന്ദി പഠിക്കുന്നത്. ഹിന്ദി പഠിച്ച് പ്രസംഗിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി പോലും പരിശ്രമിക്കാൻ ഈ പ്രായത്തിൽ കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. ഇതുപോലൊരു പോരാട്ട വീര്യമുള്ള ഒരാളിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. അങ്ങേയറ്റം വിഷമത്തോടു കൂടിയാണ്. എൻ്റെ വീട്ടിലെ ഒരാൾ മരിച്ചതുപോലുള്ള വിഷമമാണ്. ശശി സാറേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VSന് പ്രായമുണ്ടായിരുന്നെങ്കിലും ആ VSന്റെ എനർജിക്കൊപ്പം എത്താൻ നിങ്ങളൊക്കെ ഒരുപക്ഷെ ബുദ്ധിമുട്ടിയിരുന്നോ? വളരെ ബുദ്ധിമുട്ടാണ്. VSന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായൊരു കാര്യമാണ്. ഒരു സമയത്തും VSനൊരു ക്ഷീണമില്ല. എത്ര മീറ്റിങ്ങുകൾ കഴിഞ്ഞാലും രാത്രിയിലെ 11 മണിക്ക് വരെ ഇലക്ഷൻ സമയത്ത് VS അതിഗംഭീരമായി സംസാരിക്കും. അങ്ങനെ എത്രത്തോളം ആളുകൾ കൂടുന്നു അത്രത്തോളം വീര്യം കൂടുന്നു. അതിൻ്റെ ആ ശബ്ദത്തിന് ഈ ഒരു 92-ാമത്തെ വയസ്സിലും അലറുന്നത് പോലുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ജനങ്ങളെ കാണുമ്പോൾ, ജനങ്ങളുടെ കൂടെ സംവദിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഇന്നറായിട്ടൊരു വലിയ എനർജി ഡെവലപ്പ് ചെയ്യുമായിരുന്നു. വളരെ നന്ദി ശ്രീ ശശിധരൻ നായർ. ഇതാണ് അഭിലാഷ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. 93-ാമത്തെ വയസ്സിൽ ഹിന്ദി പഠിക്കുക, അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കുക, അത് ചെയ്യുക എന്നുള്ളത് VS അച്യുതാനന്ദൻ തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ എന്ത് കാര്യത്തിലും നിശ്ചയദാർഢ്യം, അവസാനം വരെ പോരാടുക, വഴിയിൽ ഒരു കാര്യം ഉപേക്ഷിക്കാതിരിക്കുക, ലക്ഷ്യം നേടുക. ഇപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ചരിത്രം പറഞ്ഞു. നേരത്തെ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി 4 പേരെയാണ് വിട്ടത്. ബാക്കി 3 പേരും ഇത് അതായത് ഈ ഇത്രയും ശ്രമകരമായ ഒരു ജോലി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ തിരിച്ചുപോയി. VS മാത്രം ഏറ്റവും അവസാനം വരെ നിന്ന് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ VS അവിടെ നിന്ന് മടങ്ങിയുള്ളൂ. അതാണ് VSന്റെ നിശ്ചയദാർഢ്യം, കരുത്ത്. അവിടെ മുന്നിൽ എന്ത് പ്രതിബന്ധമുണ്ട്, എത്ര വലിയ ഭൂസ്വാമിമാരും അവരുടെ ഗുണ്ടാപ്പടയും ഒന്നും വന്നു കഴിഞ്ഞാൽ അതിന് മുന്നിൽ പതറില്ല എന്നുള്ള നിശ്ചയദാർഢ്യമാണ് VS അച്യുതാനന്ദന് മുന്നോട്ട് നയിച്ചത്. VS 93-ാമത്തെ വയസ്സിൽ ഹിന്ദി പഠിക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഗൗരിയമ്മ VSനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. VSന്റെ വായനയെ കുറിച്ച്. അയാൾ വായനയിലാണ്, പഠനത്തിലാണ്. അതെ, അതൊരു പക്ഷേ നമ്മൾ ഈ സാഹിത്യ പഠനമൊന്നുമല്ല. അത് ലോക കാര്യങ്ങൾ പഠിക്കുന്നു, പാർട്ടി കാര്യങ്ങൾ പഠിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. അല്ലെങ്കിൽ മുന്നിൽ വരുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ VS അച്യുതാനന്ദൻ പാമുലിൻ കേസ് VS അച്യുതാനന്ദനാണ് ഏറ്റെടുത്ത് നിയമസഭയിൽ കൊണ്ടുവന്നത്, വലിയ പ്രശ്നമാക്കി മാറ്റിയത്. അതുപോലെ എത്രയെത്ര കാര്യങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, നാടിന്റെ പ്രശ്നം, അല്ലെങ്കിൽ നാടിന്റെ സമ്പത്ത് ചോർന്നു പോകുന്ന പ്രശ്നം, ഇപ്പോൾ ചന്ദന കൊള്ളയുടെ കേസ്, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം, ഇത്തരത്തിൽ ലോട്ടറി മാഫിയ ഉയർത്തിയ പ്രശ്നം, ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങളിൽ VS അതിൻ്റെ അങ്ങേയറ്റം വരെ പഠിച്ച് അതിന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമോ, അത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ ഒരു മനുഷ്യൻ, വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. അതൊന്നും VSന് മുന്നിൽ ഒരു തടസ്സമേ ആയിരുന്നില്ല. VSന് പഠിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഇത് പഠിച്ച ആളുകളുമായി സംസാരിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞ് ആ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയായിരുന്നു VSന്റെ രീതി. അതാണ് എപ്പോഴും അയാൾ വായനയിലും പഠനത്തിലുമാണെന്ന് KR ഗൗരിയമ്മ VSനെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം. അതെ, ആ അർത്ഥത്തിൽ VS അപ് ടു ഡേറ്റ് ആയിരുന്നു എപ്പോഴും. നേരത്തെ മന്ത്രി P രാജീവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ VS അധികാരത്തിൽ ഇരുന്നപ്പോൾ അന്ന് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആഗോളതലത്തിൽ ഉണ്ട് എങ്കിലും കേരളത്തിലൊന്നും അത് അത്ര ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ റിച്ചാൾ സ്റ്റാൾമാൻ കേരളത്തിൽ വരുന്നു, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇങ്ങനെ. അപ്പോൾ IT അടക്കം VSന്റെ കാലത്തെ IT വികസനത്തിന്റെ കണക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരമ്പരാഗതമായ പല കാഴ്ചപ്പാടുകളും തെറ്റാണ് എന്ന് വരും. ഇങ്ങനെ ഭൂമിയുടെ രാഷ്ട്രീയത്തെപ്പറ്റി, സൂക്ഷ്മ രാഷ്ട്രീയത്തെപ്പറ്റി, ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തെപ്പറ്റി, അങ്ങനെ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഏതോ ഒരു കാലത്തെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ അണുകിട ചലിക്കാതെ അവിടെ നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് നിരന്തരമായി സ്വയം നവീകരിച്ചിരുന്ന, സ്വയം പുതുക്കിയിരുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ എന്നുള്ളത് നമുക്ക് പറയാമെന്ന് തോന്നുന്നു.